മലയാള ജനതാ ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെള്ളായണി കാക്കാമല കായലിൽ യുവാവിനെ കാക്കാമല സ്വദേശികൾ രക്ഷപ്പെടുത്തി. ഇന്നായിരുന്നു സംഭവം. കാക്കാമല ബെൻഡ് റോഡിൽ പാലം നിർമ്മിക്കുന്നതിന് സമീപം കായലിലിറങ്ങിയ യുവാവാണ് ചെളിയിൽ പുതഞ്ഞ് താഴ്ന്ന് നിലവിളിച്ചത്. ഈ യുവാവിനെയാണ് അത്ഭുതകരമായി അവിടെയുള്ള നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. പാലം പണിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കാക്കാമല ബിജുവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഈ ഒരു പ്രദേശത്തുണ്ടാകും. ബിജുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആളുകൾ രക്ഷപ്പെടുത്തി 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വെള്ളം കൊടുത്ത് കവളിൽ അടിച്ചു നോക്കി കണ്ണ് ചുമ വെട്ടുന്നു. ഇത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അങ്ങനെ ആശുപത്രി കൊണ്ട് വിട്ടിട്ട് വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന നിലയിലായിരുന്നു ആളുകൾ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. അത് വീഡിയോയിൽ പകർത്തിയ പ്രദേശവാസികൾ മലയാള ജനതാ ന്യൂസിനെ അയച്ചു തന്നു. രക്ഷപ്പെടുത്തിയ കാക്കാമല ബിജു മലയാള ജനതാ ന്യൂസിനോട് സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നുച്ചയ്ക്ക് 4:30 മണിക്ക് നമ്മുടെ കാക്കാമല ബണ്ട് റോഡിൽ പാലം നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പണി ചെയ്യുന്ന ആൾക്കാരാണ് അപരിചിതനായ ഒരാൾ കായലിൽ വീണ് കയ്യും കാലും അടിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരാൾ കായലിൽ കിടന്ന് നിലയില്ലാത്ത ഇതുപോലെ കിടന്നടിക്കുന്നു. നല്ല ചെളിയുള്ള ഭാഗത്താണ് ഇയാൾ ഇറങ്ങിപ്പോയത്. എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല. കാരണം ഈ ചൂണ്ടയിടാൻ ഇപ്പോൾ ആൾക്കാർ വരുന്ന ആളുകൾ കായലിലോട്ട് ഇറങ്ങി നിന്ന് വെള്ളത്തിലോട്ട് നിന്നാണ് ചൂണ്ടയിടുന്നത്. അതുപോലെ ഇദ്ദേഹവും ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങി പോയെടുത്ത് ഈ ചെളിയിലായി പോയതാണെന്ന് അറിഞ്ഞുകൂടാ. നല്ല വെള്ളമുള്ള നല്ല ചെളിയുള്ള സ്ഥലത്താണ്. നല്ല ചെളിയിലായിപ്പോയി. ഇയാളുടെ വലത് കൈ ഒടിഞ്ഞ് അയാൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. നമ്മൾ കരയ്ക്ക് എത്തിച്ചപ്പോൾ അയാൾ ഛർദ്ദിച്ചു. പിന്നെ ഓർമ്മയൊന്നുമില്ല. അങ്ങനെ കിടത്തി 108 ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസിലാണ് ആശുപത്രിയിലോട്ട് അയച്ചത്. ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു 10-200ഓളം രൂപയുണ്ടായിരുന്നു. ഒരു രസീത് കിടപ്പുണ്ടായിരുന്നു. ആ രസീത് നോക്കിയപ്പോൾ ഇയാൾ വെഞ്ഞാറമൂട് ഒരു മൊബൈൽ ഷോപ്പിൽ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നന്നാക്കാൻ കൊടുത്തിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചു. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഇന്ന് രാവിലെ അവിടെ മൊബൈൽ നന്നാക്കാൻ കൊണ്ടുവന്നു. ഇദ്ദേഹം മലയാളിയാണെന്ന് ആണ് അറിയാൻ സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പേര് ആ രസീദിൽ അനന്തു എന്നാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പാലം പണി നടക്കുന്നിടത്തുള്ള ഓവർസിയർ റാസിക്ക്, അതുപോലെ എഞ്ചിനീയർ സനോജ്, പിന്നെ നമ്മളെ തൊട്ട് സമീപത്തുള്ള മുരുകൻ, വിനോദ്, ദിലീപ് എന്നിവർ ഇത്രയും പേര് ചേർന്നാണ് നമ്മൾ ഇവരെ കരയ്ക്കെത്തിച്ചതും കരയിൽ നിന്ന് എടുത്ത് അടുത്ത ആംബുലൻസിൽ കയറ്റി ഇവരെ ആശുപത്രിയിലോട്ട് വിട്ടത്. മെഡിക്കൽ കോളേജിൽ 28ാമത്തെ വാർഡിലേക്ക് ഇയാളെ പ്രവേശിപ്പിച്ചതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹത്തെ അറിയുന്നവർ ഒന്ന് പ്രതികരിക്കണം, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടണം.